അബിൻ വർക്കി കോൺഗ്രസ് രാഷ്ട്രീയമായി ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ കസേര സംരക്ഷിക്കാനുള്ള ബജറ്റ് എന്ന് രാഹുൽ ഗാന്ധി തന്നെ പരിഹസിക്കുന്നുണ്ട്. അതിനപ്പുറത്ത് ഈ രണ്ട് സംസ്ഥാനങ്ങൾക്ക് അധികമായി ഊന്നലും കേരളം, തമിഴ്നാട്, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് തീരെ പരിഗണനയില്ലായ്മയും എന്നൊരു പ്രശ്നത്തെ എങ്ങനെയാണ് കാണുന്നത്? അത് ഈ പറഞ്ഞതുപോലെ മൊത്തം ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൽ വിവിധ പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെയൊക്കെ ആനുപാതികമായ ഷെയർ എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടൂലേ എന്ന നിലയിൽ മനസ്സിലാക്കിയാൽ മതിയോ? അഭിലാഷ്, ഇത് രാഷ്ട്രീയ അസ്ഥിരത പരിഹരിക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെൻ്ററി ആണ് എന്നുള്ള കോൺഗ്രസിൻ്റെ വാദഗതി ഞാനിവിടെ ഒരിക്കൽ കൂടി ഉയർത്തുകയാണ്. 2025 ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ 2024 ഇങ്ങനെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചാലേ ഈ സർക്കാരിന് സാധിക്കുകയുള്ളൂ എന്ന രാഷ്ട്രീയ ആവശ്യത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഇങ്ങനെ ഒരു ബഡ്ജറ്റ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ മറ്റതിഥികൾ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഒന്ന് തൊഴിലില്ലായ്മ. ചരിത്രത്തിലെ ഏറ്റവും വലിയ റേറ്റ് 9.2% ഇപ്പോൾ എത്തി നിൽക്കുന്നതെന്ന് CMAയുടെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് വരുന്നുണ്ട്. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഇപ്പോൾ നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പല മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ഇവർ പറയുന്നത് പോലെ തന്നെ സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് കൂടുതൽ ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് പറഞ്ഞു. ഹോസ്റ്റൽ സൗകര്യം ഒരുക്കിയത് കൊണ്ട് ഒരു തൊഴിലുണ്ടാകുന്നില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ തൊഴിലുണ്ടാക്കാൻ വേണ്ടി ഈ ബഡ്ജറ്റിൽ എന്താണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇനി രണ്ട്, കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിലെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ എടുത്ത് ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചാൽ അത് തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമാകും എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ, അതിപ്പോൾ ഈ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ആണെങ്കിലും ശരി, അത് ഈ 5000 രൂപ ഇന്റേൺഷിപ്പിന് പ്രൈസ് കൊടുക്കുന്നതായാലും ശരി, അതൊക്കെ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നതാണെന്ന് നമ്മൾ പലകുറി ചർച്ച ചെയ്തതാണ്. പക്ഷേ എന്താണ് തൊഴിൽ ഉണ്ടാക്കാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അതിന് ഈ ബഡ്ജറ്റ് പരാജയമാണ്. ഇനി രണ്ട്, ഇൻഫ്ലേഷൻ റേറ്റ്. ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫുഡ് ഇൻഫ്ലേഷൻ റേറ്റിലാണ് ഇപ്പോൾ ഇന്ത്യ എത്തി നിൽക്കുന്നത്. ആ ഇൻഫ്ലേഷൻ റേറ്റിനെ പരിഹരിക്കുവാനുള്ള, ഫുഡ് ഇൻഫ്ലേഷൻ റേറ്റ് ഉൾപ്പെടെ ഈ രാജ്യത്തെ പണപ്പെരുപ്പത്തെ പരിഹരിക്കാനുള്ള എന്ത് നടപടിയാണ് ഈ രാജ്യത്ത് ഉണ്ടായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ബഡ്ജറ്റ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം. ഇനി മൂന്ന്, അഗ്രികൾച്ചർ മേഖലയിൽ, അതായത് കൃഷിയിൽ ഇപ്പോൾ MSP പോലുള്ള കാര്യങ്ങളിൽ കൃത്യമായൊരു ഉറപ്പ് കർഷകർ എന്നെന്നും ആവശ്യപ്പെടുന്നതാണ്. ഈ ബഡ്ജറ്റിന് മുമ്പ് പലകുറി ആവശ്യപ്പെട്ടതാണ്. കൃഷിയുടെ അലോക്കേഷൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് കുറച്ചതല്ലാതെ MSP പോലുള്ള കാര്യങ്ങളിൽ ഒരു ഉറപ്പും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മളിപ്പോൾ കാണുന്നതാണ്. 4, എഡ്യൂക്കേഷൻ സെക്ടറിൽ, അതായത് ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് മാത്രം പറഞ്ഞു പോകുമ്പോൾ പ്രൈമറി വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു വാക്കുപോലും പറയാതെ ഇവിടെ ഇപ്പോൾ മുദ്രാ ലോൺ കൊടുക്കുമെന്നും ലോണുകൾ അധികം കൊടുക്കുമെന്നാണ് പറയുന്നത്. ഈ ലോണുകൾ അടയ്ക്കാതിരിക്കാൻ പറ്റി കടക്കണിയിൽ നിൽക്കുന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. അവരെന്ത് ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ കർഷക വായ്പ വീണ്ടും വീണ്ടും കൊടുക്കുമെന്ന് പറയുന്നു. ഈ കർഷക വായ്പ അടയ്ക്കാൻ പറ്റാത്ത ആളുകൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരമില്ല. കൃത്യമായി കർഷക വായ്പ തിരിച്ചടയ്ക്കുന്നവർക്ക് വീണ്ടും അടയ്ക്കാനുള്ള സൗകര്യം ഇപ്പോൾ തന്നെ ബാങ്കുകൾ ഒരുക്കുന്നുണ്ട്. അതിനിപ്പോൾ ഒരു ബഡ്ജറ്റ് അലോക്കേഷന്റെ ആവശ്യമില്ലല്ലോ. കൃത്യമായി എഡ്യൂക്കേഷൻ ലോൺ അടച്ചു തീർക്കുന്നവർക്ക് വീണ്ടും എഡ്യൂക്കേഷൻ ലോൺ കിട്ടാനുള്ള മാർഗമുണ്ട്. അതിനും വീണ്ടും ഒരു ബഡ്ജറ്റ് അലോക്കേഷന്റെ കാര്യമില്ലല്ലോ. കൃത്യമായ മുദ്രാ ലോൺ അടയ്ക്കുന്നവർക്ക് വീണ്ടും ലോൺ കിട്ടാനുള്ള മാർഗം ഇപ്പോൾ നിലവിലുണ്ട്. അതിനൊരു മുദ്രാ ലോണിന്റെ 20 ലക്ഷമായി ഉയർത്തേണ്ടതല്ലോ. ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന കാർഷിക വായ്പ ആയിക്കൊള്ളട്ടെ, എഡ്യൂക്കേഷൻ ലോൺ ആയിക്കൊള്ളട്ടെ, ബിസിനസ് രംഗത്ത്, ചെറുകിട ബിസിനസ് രംഗത്തെ ലോണുകൾ ആയിക്കൊള്ളട്ടെ, ഇത് തിരിച്ചടയ്ക്കാൻ പറ്റാത്തവർക്ക് എന്താണ് ഒരു മാർഗം കൊടുക്കുക എന്നുള്ളിടത്താണ് ഈ ബഡ്ജറ്റിൽ നിന്ന് നമ്മളൊരു പ്രതീക്ഷ വെച്ചത്. അതില്ല എന്നുള്ളത് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇത് ഇന്ത്യയുടെ വളരെ കൃത്യമായുള്ള ഒരു പരിതസ്ഥിതിയിൽ ഇപ്പോൾ BJPയുടെ വക്താവ് പറഞ്ഞു വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. ശരി, ബീഹാറിനേക്കാൾ പിന്നോക്കം നിൽക്കുന്ന ഒരുപക്ഷെ ഛത്തീസ്ഗഡോ അല്ലെങ്കിൽ ജാർഖണ്ഡിനോ ഉത്തരാഖണ്ഡിനോ ഒന്നും ഒരു സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കാതെ ബീഹാറിന് ഒരു പ്രത്യേക പാക്കേജ് അനുവദിക്കുമ്പോൾ അതിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിൽ എന്താ തെറ്റുള്ളത്? ആന്ധ്രയ്ക്ക് മാത്രം ഒരു പ്രത്യേക പാക്കേജ് അനുവദിക്കുമ്പോൾ അതിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിൽ എന്താ തെറ്റുള്ളത്? അതുകൊണ്ടാണ് പറയുന്നത് ആന്ധ്രയുടെയും ബീഹാറിന്റെയും രാഷ്ട്രീയ കക്ഷികളുടെ ചില കാരുണ്യം കൊണ്ട് ഈ സർക്കാരിന് മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ ഒരു സ്പെഷ്യൽ അലോക്കേഷൻ നടത്തിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ പറയട്ടെ, ഇപ്പൊ ഒരു ഒറ്റ കാര്യം കൂടെ, ജഗ്മോഹൻ റെഡ്ഡിയാണ് ഇവിടെ കഴിഞ്ഞ 5 കൊല്ലം ഭരിച്ചതെന്ന് പറയുന്നു. ജഗ്മോഹൻ റെഡ്ഡി എല്ലാ കാര്യങ്ങളിലും NDA സർക്കാരിന്റെ കൂടെ ആയിരുന്നല്ലോ. എല്ലാ പ്രധാനപ്പെട്ട ബില്ലുകളിലും NDAക്ക് ഒപ്പമായിരുന്നല്ലോ അവർ നിന്നിരുന്നത്. വോട്ട് ചെയ്തത് NDAക്ക് ഒപ്പമായിരുന്നല്ലോ. പിന്നെ അതിനകത്ത് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നിട്ടില്ല. റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് വന്നിട്ടില്ല. കേരളം എന്താണോ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് അത് ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് മാത്രമല്ല